മകയിര, തിരുവാതിര, ഉണർന്ന മുക്കാൽ വരുന്ന മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് വളരെയധികം മാനസിക പ്രയാസവും ശാരീരിക അസ്വസ്ഥതകളും നേരിട്ട് വരുന്ന ഒരു കാലഘട്ടം തന്നെയാണ് കടന്നുപോയിക്കൊണ്ടിരുന്നത്. കർമ്മ മേഖലയിൽ വളരെയധികം പ്രയാസങ്ങൾ, മാനസികമായി തളർത്തുന്ന രീതിയിലുള്ള ഒരു സാഹചര്യം തന്നെയാണ് ഇവരെ സംബന്ധിച്ച് കഴിഞ്ഞ കുറച്ചു നാളായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. തൊഴിൽ വളരെയധികം പ്രയാസമായി മാനസികമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥ, ജോലി തന്നെ റിസൈൻ ചെയ്യുന്ന ഒരു സാഹചര്യങ്ങളെല്ലാം, അതായത് വളരെയധികം അധ്വാനവും എഫർട്ട്, എനർജി, അതിനുള്ളൊരു റിസൾട്ട് കിട്ടാത്ത അവസ്ഥ, ഇവയെല്ലാം ഇവർക്ക് കഴിഞ്ഞ കുറച്ച് നാളുകളായി അനുഭവിക്കേണ്ട സാഹചര്യം തന്നെയാണ്. അതേസമയം നമ്മൾ ആ കഷ്ടതയെ, ആ കഷ്ടപ്പാടിനെ ഒരു ഇഷ്ടത്തോടുകൂടി ആ ജോലി സത്യസന്ധമായി ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ശനിയുടെ അടുത്ത് വരുന്ന രാശിമാറ്റം, 11ാം ഭാവത്തിലേക്കുള്ള ശനിയുടെ രാശിമാറ്റം ഇവർക്ക് ഈ കഷ്ടതകളുടെ എല്ലാം ഒരു റിസൾട്ട് ലഭിക്കുന്ന ഒരു സാഹചര്യം തന്നെ വരുന്ന അവസ്ഥ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജോലി ഒരു കാരണവശാലും ഉപേക്ഷിച്ച് പോരുന്ന ഒരു അവസ്ഥ ഉണ്ടാകരുത്. വളരെ പ്രയാസം അനുഭവപ്പെടുന്ന സാഹചര്യം ഉണ്ടായാലും അതെല്ലാം സഹിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോയാൽ വളരെയധികം ഗുണങ്ങൾ തരുന്ന ഒരു കാലഘട്ടം വരുന്നുണ്ട്. അതുപോലെ തന്നെ ജന്മത്തിലെ വ്യാഴം ഇവർക്ക് വളരെയധികം മാനസികമായും ശാരീരിക അസ്വസ്ഥതകളും നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ജൂൺ 2 വ്യാഴമാറ്റം ഇവർക്ക് ചെറിയ ഒരു രീതിയിലുള്ള നേട്ടങ്ങൾ, 2 വ്യാഴം ധനപരമായി ചെറിയൊരു മാറ്റങ്ങൾ കൊണ്ടുവരുന്നതാണ്. കഴിഞ്ഞ വർഷം തൊഴിൽ മേഖലയിലേക്കോ മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം ഒരു ചെറിയൊരു റിസൾട്ട് കിട്ടുന്നൊരു കാലഘട്ടം തന്നെയാണ് ഇനി വരുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായി മനസ്സ് മടുക്കാതെ, മനസ്സിന് ശക്തി പകർന്നുകൊണ്ട് തന്നെ ഈ ഒരു കാലഘട്ടം തരണം ചെയ്തു പോകേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ജാതകവും ഈ സമയത്തുള്ള ദശാകാലവും കൂടി മനസ്സിലാക്കി അതിനുള്ള പരിഹാരാർത്ഥവും ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ഈ കാലദോഷത്തെ അതിജീവിക്കുവാൻ വേണ്ടി, ദോഷഫലത്തെ കാഠിന്യം കുറക്കുവാൻ വേണ്ടി കൃത്യമായി വീടിന്റെ വാസ്തു പരിപാലിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ ദോഷകാഠിന്യം വളരെയധികം നമുക്ക് കുറയ്ക്കുവാൻ സാധിക്കുന്നതാണ്. ഈ വർഷം പരിഹാരാർത്ഥം പക്കപ്പിറന്നാൾ തോറും ശാസ്താവിന് നീരാഞ്ജനം, എള്ളുപായസം, ശബരിമല ദർശനം, ശനി സ്തോത്രം ഇവയെല്ലാം ജപിച്ച് പരിഹാരങ്ങൾ തേടേണ്ടതാണ്.
ഏവർക്കും വിഷു ആശംസകൾ.